ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോയിൽ ഓസ്ട്രേലിയൻ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. റീസെൻ്റ്ലി ഞാൻ ഓസ്ട്രേലിയയിലേക്ക് റീലൊക്കേറ്റ് ചെയ്തിരുന്നു. പെർത്തിലാണ് സ്റ്റേ ചെയ്യുന്നത്. വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ ഭാഗമാണ്. പെർത്തിൽ നിന്ന് ഒരു വീക്കെൻഡ് ഞങ്ങൾ പോയ ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആൽബനി, ഡെൻമാർക്ക് എന്ന് പറയുന്ന ഈ രണ്ട് സ്ഥലങ്ങളിലേക്കാണ് ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് രണ്ടും വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ ഭാഗം തന്നെയാണ്. ബട്ട് പെർത്തിൽ നിന്ന് അറൗണ്ട് 440 കിലോമീറ്റേഴ്സ് ദൂരെയായിരുന്നു ഈ രണ്ട് സ്ഥലങ്ങളും. സോ ആൽബനി ആൻഡ് ഡെൻമാർക്കിൽ ഞങ്ങൾ വിസിറ്റ് ചെയ്ത പ്ലേസസും അവിടെ കണ്ട കാഴ്ചകളുമാണ് ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. സോ വാച്ച് ടിൽ ദ എൻഡ്. സാറ്റർഡേ മോർണിംഗ് ആണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ആദ്യം പോയത് ആൽബനിയിലേക്കാണ്. പെർത്ത് ടു ആൽബനി അറൗണ്ട് 4.5 hours ഡ്രൈവ് ഉണ്ട്. ഞങ്ങൾ കാറിനാണ് പോയത്. കാറല്ലാതെ ഫ്ലൈറ്റ് ഓപ്ഷൻസും ബസ് ഓപ്ഷൻസും ഒക്കെ അവൈലബിൾ ആണ്. ബട്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. പെർത്ത് ടു ആൽബനി റൂട്ട് എന്ന് പറയുന്നത് തന്നെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു റൂട്ടാണ്. വളരെ കുറച്ച് വണ്ടികളൊക്കെയാണ് നമ്മൾ ഈ റൂട്ടിൽ ട്രാവൽ ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത്. മെജോറിറ്റി ഓഫ് ദ ടൈം റോഡ് എംപ്റ്റി ആണ്. അതുകൊണ്ട് തന്നെ നല്ല ക്ലീൻ ആൻഡ് വൈഡ് റോഡ്സ്, നല്ല ബ്ലൂ സ്കൈ, അതുപോലെ തന്നെ ഗ്രീൻ സറൗണ്ടിങ്സ് ഒക്കെ ആയിട്ട് ഇതൊരു അടിപൊളി സീനിക് ജേർണി തന്നെയാണ് പെർത്ത് ടു ആൽബനി റോഡ് ട്രിപ്പ് എന്ന് പറയുന്നത്. ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു 12:30 ആയപ്പോൾ ആൽബനിയിലെത്തി. ആൽബനിയിൽ നിന്ന് ഞങ്ങൾ ആദ്യം പോയത് കാസിൽ റോക്ക് എന്ന് പറയുന്നൊരു പിക്നിക് സ്പോട്ടിലേക്കാണ്. ഇത് പൊറുങ്കുറപ്പ് നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ വരുന്നൊരു ഏരിയയാണ്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണിത്. ഇതൊരു ഹൈക്കിംഗ് സ്പോട്ട് കൂടിയാണ്. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ നടന്ന് അറൗണ്ട് ഒരു 1.5 കിലോമീറ്റേഴ്സ് ഉണ്ട് നടക്കാനായിട്ട്. ഇത് നടന്നിട്ട് നമ്മൾ ഇതിൻ്റെ വ്യൂ പോയിന്റിലേക്കാണ് ചെല്ലുന്നത്. നമ്മൾ ടോപ്പിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കുറേ ഗ്രാനൈറ്റ് റോക്സ് ആണ്. ഇത് ബില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ ഫോം ചെയ്തിട്ടുള്ള റോക്സ് ആണ്. ഈ റോക്സിൻ്റെ മുകളിലായിട്ട് അവരൊരു സ്കൈ വാക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്കൈ വാക്ക് നമുക്ക് കയറാൻ പറ്റുന്നതാണ്. അവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ താഴേക്കുള്ള ഒരു 360 ഡിഗ്രിയിലുള്ള വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സൗത്ത് ആൽബനിയും അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ ഏരിയാസൊക്കെയാണ് നമുക്ക് അവിടെ ചെല്ലുമ്പം ആ ഒരു വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ എൻട്രി പാസസ് നമ്മൾ ഈ മെഷീനിൽ നിന്ന് എടുത്തു. ഇവിടെ പെർ വെഹിക്കിളിനൊക്കെയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാസസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ ഡീറ്റെയിൽസൊക്കെ ഈ ഒരു ഏരിയയിൽ തന്നെ പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഫോറസ്റ്റിലേക്കുള്ള എൻട്രി. ഇവിടെ നിന്ന് ആണ് 1.5 കിലോമീറ്റേഴ്സ് നമുക്ക് നടക്കാനുള്ളത് ഈ ഒരു വ്യൂ പോയിന്റിലേക്ക്. ഈ ഫോറസ്റ്റ് വേൾഡിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ലാൻഡ്സ്കേപ്പ് ആണെന്നാണ് പറയുന്നത്. അറൗണ്ട് 60 മില്യൺ ഇയേഴ്സ് മുൻപുണ്ടായിരുന്ന ഫോറസ്റ്റും മൗണ്ടൻസും ഒക്കെയാണിത്. ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോൾ നമ്മൾ ഏറ്റവും അധികം കാണുന്നത് 2 ടൈപ്പ് മരങ്ങളാണ്. ഇത് ക്യാരി ആൻഡ് മാരി എന്നാണ് പറയുന്നത്. ക്യാരി എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ടോളായിട്ട് നിൽക്കുന്ന മരങ്ങളാണ്. അറൗണ്ട് 60 മീറ്റേഴ്സ് വരെ ഇതിന് ഹൈറ്റ് പോവാം. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു ഫോറസ്റ്റിലൂടെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ വേറൊരു ടൈപ്പ് മരങ്ങളാണ് മാരി എന്ന് പറയുന്നത്. ഇതിന് ആക്ച്വലി റെഡ് ഗം എന്നുള്ളൊരു പേരും കൂടെ ഉണ്ട്. ഈ മരങ്ങളുടെ ഉള്ളിൽ നിന്ന് റെഡ് കളറിലുള്ളൊരു ലിക്വിഡാണ് പുറത്തേക്ക് വരുന്നത്. ഇത് നമ്മുടെ ബ്ലഡൊക്കെ ആയിട്ട് നല്ല സിമിലാരിറ്റി ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് റെഡ് ഗം എന്നുള്ള പേരും കൂടെ ഉള്ളത്. ഈ ഫോറസ്റ്റിൻ്റെ വെതർ സറൗണ്ടിങ് പ്ലേസസ് വെച്ച് നോക്കുമ്പോൾ എപ്പോഴും നല്ല കൂളാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സർഫസ് എപ്പോഴും വെറ്റർ ആയിരിക്കും. ഞങ്ങൾ പോയ അന്ന് ചെറിയ മരയും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് ഈവൻ മോർ കൂളറായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. സോ നമ്മളങ്ങനെ ഓൾമോസ്റ്റ് ടോപ്പിലേക്ക് എത്തി. ഈ ഒരു ഫോറസ്റ്റിൻ്റെ ടോപ്പ് പോർഷനാണിത്. ടോപ്പിലെത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലെ കുറേ റോക്സ് ആണ്. നമ്മുടെ ഫോറസ്റ്റിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒരു നാച്ചുറൽ ടവർ പോലെ ഉയർന്നു നിൽക്കുന്ന റോക്സ് ആണ്. ഇതെല്ലാം ഗ്രാനൈറ്റ് റോക്സ് ആണ്. ഒരുപാട് വർഷങ്ങൾ, ബില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്ത് ഫോം ചെയ്ത റോക്സ് ആണിത്. ഇവിടെ നമ്മൾ കാണുന്ന റോക്സിൻ്റെ സർഫസൊക്കെ നല്ല സ്മൂത്തായിട്ട് റൗണ്ട് ഷേപ്പിലാണ് കാണുന്നത്. ഇത് കാലങ്ങളെടുത്ത് കാറ്റും മഴയും കൊണ്ടൊക്കെ ഈ ഒരു ഷേപ്പിലായി ഫോം ചെയ്തതാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ബാലൻസിങ് റോക്ക്. ഇത്രയും ചെറിയൊരു സർഫസിലാണ് ആ വലിയ റോക്ക് നിൽക്കുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് താഴെ പോകുമെന്നൊക്കെ തോന്നുമെങ്കിലും ഇത് 1000 വർഷങ്ങളായിട്ട് ഇതിങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന റോക്കാണത്. ഇനി ഇവിടുന്ന് കുറച്ചും കൂടെ മുകളിലേക്ക് ചെല്ലുമ്പോഴാണ് നമുക്ക് വ്യൂ പോയിൻറ്റ്സ് ഉള്ളത്. ഇവിടെ മെയിനായിട്ട് 2 ലുക്കൗട്ട്സ് ആണുള്ളത്. ഒന്ന് ലോവർ ഏരിയയിലാണ്, അത് നമുക്ക് ഈസിലി തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കൗട്ടാണ്. അതുപോലെ രണ്ടാമത്തേതെന്ന് പറയുന്നത് നമ്മളൊരു റോക്ക് ക്ലൈംബ് ചെയ്തിട്ട് വേണം അതിൻ്റെ മുകളിൽ ചെന്നിട്ട് കാണുന്ന ഒരു വ്യൂ പോയിൻ്റാണ്. നമ്മൾ ആദ്യം പോകുന്നത് ഇവിടുത്തെ ഫസ്റ്റ് ലുക്കൗട്ടിലേക്കാണ്. ലോവർ ഏരിയയിലുള്ള ലുക്കൗട്ടാണ്. അതിലേക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് പോകാൻ പറ്റും. ഈ ഒരു ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് നേരെ ആ പാത്ത് തന്നെയാണ് നമ്മൾ കാണുന്നത്.
ഇതാണ് ഫസ്റ്റ് വ്യൂ പോയിന്റ്, ലോവർ ലുക്ക് ഔട്ട് എന്ന് പറയുന്നത്. ഇവിടുന്ന് മെയിനായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നത് താഴെയുള്ള ഫോറസ്റ്റ് ഏരിയാസും അതുപോലെ തന്നെ ഫാം ലാൻഡിൻ്റെ കുറച്ച് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ മുകളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകാൻ പോകുന്ന സെക്കൻഡ് ലുക്ക് ഔട്ടിൻ്റെ വ്യൂ ആണിത്. ആ കാണുന്ന സ്കൈ വാക്കിലൂടെയാണ് നമ്മളിനി അടുത്തത് പോകാൻ പോകുന്നത്. ഈ ലോവർ ലുക്ക് ഔട്ട് ആക്ച്വലി ഒരു റെസ്റ്റിംഗ് പോയിൻറ്റും കൂടിയാണ്. നമ്മൾ ഇത്രയും വാക്ക് ചെയ്ത് വന്നിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം ആണിത് ആക്ച്വലി. ഇവിടെ വന്നിട്ട് നമ്മൾ കുറച്ച് റിലാക്സ് ചെയ്തിട്ട് സെക്കൻഡ് ലുക്ക് ഔട്ടിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. കാരണം സെക്കൻഡ് ലുക്ക് ഔട്ടിലേക്ക് ചെല്ലാൻ കുറച്ച് ടഫാണ്. നമ്മളൊരു റോക്ക് ക്ലൈംബൊക്കെ ചെയ്തിട്ട് വേണം അതിൻ്റെ മുകളിലേക്ക് എത്താനായിട്ട്. സോ ഈ കാണുന്നതാണ് നമുക്ക് ഫസ്റ്റ് ക്ലൈംബ് ചെയ്യേണ്ട റോക്ക്. ഇവിടെ എൻ്റെ സൈഡിലായിട്ട് ബാർസൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൽ പിടിച്ചിട്ട് വേണം ഇതിലൂടെ കയറാനായിട്ട്. ഇതിൽ കയറി കഴിഞ്ഞിട്ട് ഈ ഒരു സ്പോട്ടിലേക്കാണ് എത്തുന്നത്, ഈ ഒരു വ്യൂവിലേക്ക്. പിന്നെ ഇവിടെ നിന്നൊരു ലാഡറാണ് മുകളിലേക്ക്. ഈ ലാഡർ പിടിച്ച് കയറിയിട്ടാണ് നമ്മൾ സ്കൈ വാക്കിലേക്ക് ചെല്ലുന്നത്. സോ ഇപ്പം ഈ ലാഡറും കഴിഞ്ഞ് നമ്മൾ ഈ സ്കൈ വാക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് നിൽക്കുന്നത്. ഇതാണ് സ്റ്റാർട്ടിങ്ങിൽ നിന്നുള്ള വ്യൂ. ആക്ച്വലി ഞങ്ങൾ പോയ സമയത്ത് മഴയും കൂടെ ഉള്ളതുകൊണ്ട് നല്ല കോടയുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു 360 ഡിഗ്രി നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ അങ്ങനെ നമുക്ക് നടക്കാൻ പറ്റും ഈ ഒരു സ്കൈ വാക്കിലൂടെ. ഇതിങ്ങനെ ഈ ഒരു റോക്കിനെ സറൗണ്ട് ചെയ്തിട്ടാണ് ഈ ഒരു സ്കൈ വാക്ക് ബിൽഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇവിടുന്ന് ഈ കാണുന്നത് സൗത്ത് ആൽബനി ഏരിയാസാണ്. ഇവിടുത്തെ ഫാം ലാൻഡൊക്കെയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നതൊക്കെ. ഈ സ്കൈ വാക്കിലൂടെ നടക്കുമ്പോൾ നമുക്ക് ആ ടോപ്പിലുള്ളൊരു 360 ഡിഗ്രി വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ മെയിനായിട്ടും ഫാം ലാൻഡ്, ഫോറസ്റ്റ് ഏരിയാസ്, മൗണ്ടൻസ് ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഞങ്ങൾ ചെന്ന സമയത്ത് മഴ പെയ്തതുകൊണ്ട് താഴേക്കുള്ള വ്യൂ അത്ര ക്ലിയർ ആയിരുന്നില്ല. കോട കൊണ്ട് മൂടിയേക്കുമായിരുന്നു ആ ഒരു ഫോറസ്റ്റ് ഏരിയയും മലകളും ഒക്കെ. എങ്കിലും കോട കൂടിയിട്ടുള്ള ആ ഒരു വ്യൂ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇവിടെ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ നടന്നു വന്ന ആ ഫോറസ്റ്റിൻ്റെ ടോപ്പ് വ്യൂ ആണ്. നമ്മൾ മിനിമം ഒരു 1.5 കിലോമീറ്റേഴ്സ് എങ്കിലും നടന്നിട്ടുണ്ടാവും ഈ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്താനായിട്ട്. സോ അത്രയും നടന്ന് വന്നിട്ട് കാണുന്ന ഈ ഒരു വ്യൂ ആക്ച്വലി അത് വർത്ത് തന്നെയാണ്. അങ്ങനെ അറൗണ്ട് ഒരു 2.5 hours നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ 3 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ബുക്ക് ചെയ്ത സ്റ്റേയിലേക്കാണ് അടുത്തതായിട്ട് പോയത്. ആൽബനി തന്നെയാണ് ഞങ്ങൾ സ്റ്റേ ബുക്ക് ചെയ്തിരുന്നത്. ഒരു 1 night സ്റ്റേ ചെയ്യാനുള്ള പ്ലാനായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഷുവർ സ്റ്റേ എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി ഒന്ന് ഫ്രഷ് ആയിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാന്. കാസിൽ റോക്കിൽ അത്യാവശ്യം മഴയുണ്ടായിരുന്നത് കൊണ്ട് നമ്മളൊക്കെ ആകെ നനഞ്ഞിരുന്നു. അതുകൊണ്ട് നമ്മളിവിടെ വന്നിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ താഴെ റിസപ്ഷനിൽ നിന്ന് കീ ഒക്കെ വാങ്ങിച്ച് ഞങ്ങളുടെ റൂമിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. റൂം നമ്പർ 49 ആയിരുന്നു ഞങ്ങളുടെ റൂം. ഞങ്ങൾ ഒരു നൈറ്റാണ് ഈ ഹോട്ടലിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ആൽബനിയിൽ ആകെ സ്പെൻഡ് ചെയ്തത് ഒരു ദിവസമാണ്. ഞങ്ങൾക്ക് കിട്ടിയ റൂമായിരുന്നു ഇത്. ഇവിടുത്തെ സ്റ്റേയും സർവീസസ് എല്ലാം ഓക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഫ്രഷായി ഞങ്ങൾ അടുത്തതായി പോയ സ്പോട്ട് എന്ന് പറയുന്നത് ദ ഗ്യാപ്പ് ആൻഡ് നാച്ചുറൽ ബ്രിഡ്ജാണ്. ഇത് നമ്മൾ പോകുന്നത് സദേൺ ഓഷ്യനിലേക്കാണ്. അവിടെ നാച്ചുറലി ഉണ്ടായ ഒരു ഗ്യാപ്പിനെയും അതുപോലെ ഒരു ബ്രിഡ്ജിനെയാണ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കാണാൻ പറ്റുന്നത്. നമ്മളവിടെ എത്താറാകുമ്പോഴത്തേനും റോഡ്സിൻ്റെ 2 സൈഡിലും നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫുൾ റോക്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ചെറിയ ചെറിയ പാറക്കഷ്ണങ്ങൾ പോലെ ഇങ്ങനെ നിരന്ന് കിടക്കുന്ന ഒരു വ്യൂ ആണ് ഇവിടെ നിന്നുള്ളത്. സോ ഇതിൻ്റെ അപ്പുറം കടലാണ്, സദേൺ ഓഷ്യനാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ഇവിടെ നാച്ചുറൽ ബ്രിഡ്ജിനെ കുറിച്ചും ഗ്യാപ്പിനെ കുറിച്ചൊക്കെയുള്ള ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇവിടുന്ന് 2 വ്യൂ പോയിൻ്റ് ആയിട്ടാണ് ഗ്യാപ്പും നാച്ചുറൽ ബ്രിഡ്ജും ഉള്ളത്. ഒരെണ്ണം റൈറ്റ് സൈഡിലേക്കും ഒരെണ്ണം ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നത്. നമ്മൾ ആദ്യം ഇത് ഗ്യാപ്പ് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. നമ്മുടെ ഈ നേരെ ഫ്രണ്ടിൽ കാണുന്നത് സദേൺ ഓഷ്യനാണ്. ഈ ഓഷ്യനും ഈ സറൗണ്ടിങ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഈ റോക്സും കാര്യങ്ങളൊക്കെ നിറഞ്ഞ് ഒരു അടിപൊളി വ്യൂ തന്നെയാണ്. അതുപോലെ ഈ ഓഷ്യൻ്റെ നേരെ അപ്പുറത്ത് അന്റാർട്ടിക്കയാണ്. ഇവിടെ നിന്ന് അറൗണ്ട് 3000-4000 കിലോമീറ്റേഴ്സ് കഴിഞ്ഞാൽ അന്റാർട്ടിക്കയാണ് അവിടെ ഉള്ളത്. ആൽബനിക്കും അന്റാർട്ടിക്കയ്ക്കും ഇടയിൽ വേറെ ലാൻഡ്സ്കേപ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഓഷ്യനിലെ വേവ്സ് ഒക്കെ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുന്നതൊക്കെ നല്ല സ്ട്രോങ് വേവ്സ് ആണെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ശക്തമായിട്ടുള്ള തിരമാല അടിച്ചിട്ടാണ് ഈ ഗ്യാപ്പും നാച്ചുറൽ ബ്രിഡ്ജും ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്.
നമ്മളിവിടെ കാണുന്ന ക്ലിഫ്സൊക്കെ ഗ്രാനൈറ്റ് ക്ലിഫ്സ് ആണ്. ഇതൊക്കെ ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള റോക്സ് ആണ്. ഇത് അറൗണ്ട് ഒരു 1.4 ബില്യൺ ഇയേഴ്സ് എഗോ ഫോം ചെയ്തിട്ടുള്ള റോക്സ് ആണ് ഇതൊക്കെ. ഇവിടെ കാണുന്നതാണ് ഈ നാച്ചുറലി ഫോം ചെയ്തിട്ടുള്ള ഗ്യാപ്പ്. ഇതൊരു ഹ്യൂജ് റോക്ക് തന്നെയായിരുന്നു. ഈ തിരമാലകൾ ശക്തിയായിട്ട് അടിച്ചടിച്ചാണ് അവിടെ അങ്ങനെ ഒരു ഗ്യാപ്പ് ഫോം ചെയ്തിരിക്കുന്നത്. ഈ ഗ്യാപ്പിന് ചുറ്റുമുള്ള ക്ലിഫ്സിനൊക്കെ അറൗണ്ട് 40 മീറ്റേഴ്സ് ഹൈറ്റ്സ് ഉണ്ട് കേട്ടോ. നല്ല ഹൈറ്റ്സിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ പണിതിട്ടുണ്ട് നമുക്ക് ഇത് കാണാൻ വേണ്ടിയിട്ട്. ശക്തമായ തിരമാലയൊക്കെ അടിക്കുമ്പോൾ ഈ പ്ലാറ്റ്ഫോമിലൊരു വൈബ്രേഷനൊക്കെ ഫീൽ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇതിവിടുത്തെ വേറൊരു ലുക്ക് ഔട്ടാണ്. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സദേൺ ഓഷ്യൻ്റെ ഒരു ലോങ് വ്യൂ ആണ് കാണാൻ പറ്റുന്നത്. കടലും ആകാശവും കൂടെ മെർജ് ചെയ്യുന്ന ഒരു വ്യൂ ആണത്. അതുപോലെ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് കാണാനും നല്ല ഭംഗിയാണ്. അങ്ങനെ ഈ ലാൻഡ്സ്കേപ്പും ഓഷ്യനും കൂടെ ഒക്കെ കൂടി ഇതൊരു ബ്യൂട്ടിഫുൾ സീനിക് ലൊക്കേഷൻ തന്നെയാണ്. ഇനി നമ്മൾ പോയത് നാച്ചുറൽ ബ്രിഡ്ജിൻ്റെ ലുക്ക് ഔട്ട് ഏരിയയിലേക്കാണ്. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവിടെയുള്ള റോക്സിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. 2 ടൈപ്പ് ഓഫ് റോക്സ് ആണ് ഇവിടെ മെയിനായിട്ട് നമുക്ക് ഈ ഒരു ഏരിയയിൽ കാണാൻ പറ്റുന്നത്. രണ്ടും ഗ്രാനൈറ്റ് റോക്സിനോട് സിമിലർ ആയിട്ടുള്ള റോക്സ് ആണ്. ഇവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് നടക്കുമ്പോഴാണ് നാച്ചുറൽ ബ്രിഡ്ജിൻ്റെ ലുക്ക് ഔട്ട് വരുന്നത്. നാച്ചുറൽ ബ്രിഡ്ജ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വർഷങ്ങളെടുത്ത് വേവ്സ് ഹിറ്റ് ചെയ്ത് ഫോം ചെയ്ത ഒരു ബ്രിഡ്ജാണ്. നാച്ചുറലി ഫോം ചെയ്തൊരു ബ്രിഡ്ജാണ്. നമ്മൾ ലുക്ക് ഔട്ടിലേക്ക് പോകുന്ന പാത്തിൽ ഇവരിവിടെ ഒരു ഇൻസിഡൻറ്റ് എഴുതിയിട്ടുണ്ട്. 1978 സ്റ്റീഫൻ എന്ന് പറഞ്ഞൊരാൾ ഈ നാച്ചുറൽ ബ്രിഡ്ജിൻ്റെ ഫോട്ടോസ് എടുക്കാനായിട്ട് ഇവിടെ ഇറങ്ങിയപ്പം നടന്നൊരു ഇൻസിഡൻ്റ് ആണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഒരു വേവ് ഹിറ്റ് ചെയ്ത് ഓഷ്യനിലേക്ക് പുള്ള് ചെയ്തെന്നാണ് പറയുന്നത്. അറൗണ്ട് 2 hours എടുത്തിട്ടാണ് ആ ആളെ ഓഷ്യനിൽ നിന്ന് റെസ്ക്യൂ ചെയ്തത്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് ആ ബോർഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് നാച്ചുറൽ ബ്രിഡ്ജ്. ഇതൊരു സിംഗിൾ റോക്ക് പീസ് ആയിരുന്നു. ഈ റോക്കിൻ്റെ ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും ലൈൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. തിരമാലയടിച്ചും മഴ പെയ്തൊക്കെ ഈ ലൈൻസിൻ്റെ ഇടയ്ക്ക് വെള്ളം കയറി ഇതിൻ്റെ താഴത്തെ പോർഷൻ ഓഷ്യനിലേക്ക് അടർന്നു വീണിട്ടാണ് ഈ ബ്രിഡ്ജ് ഉണ്ടായിരിക്കുന്നത്. ഈ ബ്രിഡ്ജും ഭാവിയിൽ കൊളാപ്സ് ചെയ്യാമെന്നാണ് ഇവരിവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇവിടെ തന്നെ നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാനുള്ളൊരു അറേഞ്ച്മെൻറ്റും അവർ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റെപ്സ് ഇറങ്ങിയിട്ട് വേണം നമ്മൾ ബീച്ചിലേക്ക് പോകാനായിട്ട്. ഞങ്ങൾ പോയ സമയത്ത് ബീച്ചിലൊന്നും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് പോരുകയാണ് ചെയ്തത്. ഗ്യാപ്പും നാച്ചുറൽ ബ്രിഡ്ജും കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പോയത് ആൽബനിയിലെ വിൻഫാമിലേക്കാണ്. ഇതാണ് വിൻഫാമിലേക്ക് പോകുന്ന റൂട്ട്. ഇവിടെ തന്നെ നമുക്ക് കുറച്ച് ടർബൈൻസ് ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണാൻ പറ്റും. ഗ്യാപ്പ് ആൻഡ് നാച്ചുറൽ ബ്രിഡ്ജിൽ നിന്ന് അറൗണ്ട് ഒരു 18 kilometers ആണ് ഈ വിൻഫാമിലേക്കുള്ളത്. ഞങ്ങളൊരു 18 minutesനുള്ളിൽ ഇവിടെ എത്തിയിരുന്നു. ഈ വിൻഫാമിൽ ടോട്ടൽ 12 ടർബൈൻസ് ആണുള്ളത്. ഈ വിൻഫാമിൽ നിന്ന് തന്നെ ആൽബനിയുടെ ഒരു 80% പവർ നീഡ്സ് ഒക്കെ മീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇതാണ് വിൻഫാമിലേക്കുള്ള എൻട്രി. ഇവിടെ മെയിനായിട്ട് 2 ലുക്ക് ഔട്ട്സ് ആണുള്ളത്. കുറച്ച് നടക്കാനുണ്ട് നമുക്ക് ആ ലുക്ക് ഔട്ട് ഏരിയയിലേക്ക് എത്താനായിട്ട്. നമുക്ക് പോകുന്ന വഴി മൊത്തം ഇങ്ങനെ ടർബൈൻസൊക്കെ കാണാം. ഇവർ ഈ പോകുന്ന പാത്തിലൂടെ സൈഡിലായിട്ട് വിൻഡ് എനർജീനെ കുറിച്ചും ടർബൈൻസിനെ കുറിച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ലുക്ക് ഔട്ടിൽ നിന്നുള്ള വ്യൂ. ഇവിടെ ടർബൈൻസും അതിൻ്റെ അപ്പുറത്ത് നമ്മൾ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട സദേൺ ഓഷ്യൻ തന്നെയാണ്. ഞങ്ങൾ ചെന്നത് നിയർലി ഒരു സൺസെറ്റ് ടൈം ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫസ്റ്റ് ലുക്കൗട്ട് കുറച്ച് താഴെ നിന്നുള്ള വ്യൂ ആയിരുന്നു. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ലുക്കൗട്ട് കുറച്ച് മുകളിലായിട്ടാണ്. ഇവിടെ ചെല്ലുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഹയർ വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്, ഓഷ്യൻ്റെയും ടർബൈൻസിൻ്റെയും ഒക്കെ. ആക്ച്വലി നമ്മൾ ഫസ്റ്റ് ലുക്ക് ഔട്ടിൽ നിന്നും സെക്കൻഡ് ലുക്ക് ഔട്ടിൽ നിന്നും കാണുന്നത് സെയിം വ്യൂ തന്നെയാണ്. ആകെ ഒരു ഹൈറ്റിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇതാണ് സെക്കൻഡ് ലുക്ക് ഔട്ടിൽ നിന്നുള്ള നമ്മുടെ ടർബൈൻസിൻ്റെയും ഓഷ്യൻ്റെയും വ്യൂ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ടൈം അറൗണ്ട് ഒരു ഈവനിങ് 6 ഒക്കെ കഴിഞ്ഞിരുന്നു. ഇവിടെ പൊതുവേ 7 o'clock കഴിഞ്ഞിട്ടാണ് സൺസെറ്റ് ഉള്ളത്. ഞങ്ങൾ പോകുന്ന വഴി ഒരു ലേക്ക് കണ്ടതാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത്. നമ്മൾ വിൻഡ് ഫാമിലേക്ക് പോകുന്ന വഴി വരുന്ന ഒരു ലേക്കാണിത്. ഞങ്ങൾ അടുത്തത് പോയത് എമു പോയിന്റിലേക്കാണ്. ഇതൊരു സീസൈഡ് പാർക്കാണ്. ഇവിടെ പൊതുവെ ആൾക്കാർ ഈവനിങ് വാക്കിനും അതുപോലെ തന്നെ ഫിഷിങ്ങിനൊക്കെ വരുന്ന ഒരു സ്പോട്ടാണ്. ഇതൊരു വലിയ പാർക്കാണ്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ അലൗഡ് ആണ്. സ്വിമ്മിങ്ങും ബോട്ടിങ്ങും അതുപോലെ തന്നെ ഫിഷിങ്ങും ഒക്കെ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടിരുന്നു.
അതുപോലെ ഈവനിങ് ടൈം ആയതുകൊണ്ട് നിറയെ പക്ഷികളൊക്കെ ഈ പാർക്കിലുണ്ടായിരുന്നു. ഇവിടുത്തെ ലോൺസിലൊക്കെ നമ്മൾ റാബിറ്റ്സിനെയും കണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈവനിങ് ഈ പാർക്കിൽ സ്പെൻഡ് ചെയ്തിട്ടാണ് ഡേ 1 വൈൻഡപ്പ് ചെയ്തത്. നമ്മളിവിടെ നിന്ന് നേരെ ഹോട്ടൽ റൂമിലേക്കാണ് പോയത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ പോയത് ഡെൻമാർക്കിലേക്കാണ്. അപ്പോൾ ഡെൻമാർക്കിലെ വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ ബൈ.